Hello students, last proposition was an equivalent condition for the equations x equal to a union b, a bar intersection b bar equal to 5, and we have 5 equivalent statements. We have proved one implies 2, then I think you can prove the other equivalencies. 2 implies 3, 3 implies 4, 4 implies 5, and 5 implies 1. In case you have any doubts, please feel free to ask me. Now, the implication of this proposition, usually propositions are called propositions because they are used to prove something more additional, and that are called theorems. Statements used for proving some important theorems are named as propositions. We know that there is a connection with the equations x equal to a union b, a bar intersection b bar equal to 5, and connectedness. കണക്റ്റഡ്നെസ്സിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. അത് എഴുതുന്നതല്ല കണക്റ്റഡ്നെസ് എന്ന് നിങ്ങൾക്ക് അറിയാം. When do we say that the space x is connected? x connected നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ഇല്ലെങ്കിൽ കണക്റ്റഡ് ആണെന്നാണ്. x is connected if it is impossible to write x equal to a union b, a bar intersection b bar equal to 5 for two non-empty sets a and b, a b not equal to 5, not equal to 5, a യും ബിയും 5 അല്ല, എന്നിട്ട് ഇങ്ങനെ എഴുതിയാലല്ല കണക്റ്റഡ്നെസ്. ഇത് നോട്ട് പോസിബിൾ, ഈസ് നോട്ട് പോസിബിൾ. എക്സിനെ ഇങ്ങനത്തെ രണ്ട് സെറ്റുകളുടെ യൂണിയനായിട്ട് എഴുതുന്നത് ഡിസ്ജോയിൻ്റ് എന്ന് പറയാൻ എ ബാർ ഇൻ്റർസെക്ഷൻ ബി ബാറാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. ഡിസ്ജോയിൻ്റ് നിന്ന് പിന്നീട് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ എയ്ക്കും ബിക്കും വേറെ ചില പ്രത്യേകതകളുള്ളപ്പം എക്സ് രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയൻ, എ ബാർ ഇൻ്റർസെക്ഷൻ ബി ബാർ 5 എന്ന് ഇവിടെയുള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ നമുക്ക് രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയനാണ് എ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അത്രയും പറയാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിലാണ് കണക്റ്റഡ്നെസ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻസിന് തുല്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ 2, 3, 4, 5 കാണുന്നത്. സോ വി ക്യാൻ ഹാവ് സം ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു തിയറം കണക്റ്റഡ്നെസ്സിന് വേണ്ടി വരും. ആൻഡ് ദാറ്റ് തിയറം ഈസ് ഓൺലി എ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രപ്പോസിഷൻ. ഈ പ്രപ്പോസിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തിയറം ഉണ്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന തിയറം ചോദിച്ചാൽ അതിൻ്റെ പ്രൂഫ് ഈ പ്രപ്പോസിഷൻ്റെ പ്രൂഫാണ്. അപ്പോൾ പ്രപ്പോസിഷനിൽ ഇത്തിരി നീണ്ട 5 സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് കാണാതെ പഠിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിന് അർത്ഥം. നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി, എ ബാർ ഇൻ്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു 5 കണക്റ്റഡ്നെസ്സിൽ ഉണ്ടായിരുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. അടുത്ത് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ ബാർ ബി ബാർ എഴുതിയില്ല, ഇൻ്റർസെക്ഷൻ ബി 5 അത് എഴുതുമ്പോൾ എയും ബിയും ക്ലോസ്ഡ്, എ ബി ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് കൂട്ടിച്ചേർക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എഴുതാവുന്നതാണ് ബി ഈക്വൽ ടു എക്സ് മൈനസ് എ. അപ്പോൾ ഒരു കാര്യം കൊണ്ടുണ്ട്, ആൻഡ് എ ഈസ് ഓപ്പൺ, ബോത്ത് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു എക്സ് മൈനസ് എ ആൻഡ് ബൗണ്ടറി എ ഈക്വൽ ടു 5. ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 രണ്ടാമത്തത് പോലെ ഇച്ചിരി തോന്നിക്കുന്നുണ്ട്. ആൻഡ് എ ആൻഡ് ബി ആർ ഓപ്പൺ ഇൻ എക്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് 5ഉം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എന്നാലേ തിയറമായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പഴയ പ്രപ്പോസിഷൻ എഴുതി അതിൻ്റെ പ്രൂഫ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻഡ് ദ തിയറം ഈസ് അബൌട്ട് ദ കണക്റ്റഡ്നെസ്. തിയറം വേറൊരു തരത്തിലും പറയാം, ബുക്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ് എന്ന് വേണമെങ്കിലും നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ തിയറത്തിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്കറിയാൻ വേണ്ടി എഴുതി വെക്കുക ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ് എന്ന്. ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ്, ഒരു സ്പേസ് കണക്റ്റഡ് ആവാനുള്ള ഇക്വലൻറ്റ് കണ്ടീഷൻസ്. ലെറ്റ് എക്സ് ബി എ സ്പേസ്. തിയറം അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് എക്സ് ബി എ സ്പേസ്. പഴയ പ്രപ്പോസിഷനിൽ നിന്ന് എങ്ങനെ വരുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ അത് തന്നെ ബോർഡിലിട്ടിട്ട് കാണിക്കുന്നത്. ലെറ്റ് എക്സ് ബി എ സ്പേസ്, ദെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്.
then the following connectedness ഓർത്തിരിക്കാൻ അതോടെ കിടന്നോട്ടത് കളയണ്ട. then the following are equivalent. following statements എന്നൊക്കെ ഭംഗിക്ക് കൂട്ടിച്ചേർക്കുക. following are equivalent. അവിടെയൊക്കെ ഞാൻ ഷോർട്ട് ഫോം ഉപയോഗിച്ചോട്ടെ. following are equivalent. ഞാൻ വെറുതെ ഇക്വിറ്റി എന്ന് എഴുതാണ്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ, നമ്മൾ കണക്റ്റഡ്നെസ്സിന് ഇക്വലൻറ്റ് കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്പേസ് എക്സിൻ്റെ കണക്റ്റഡ്നെസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് കണക്റ്റഡ് എന്നുള്ളതായിരിക്കും. എക്സ് കണക്റ്റഡ്. അപ്പോൾ അതിനെ പ്രൊപ്പോസിഷനിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. എക്സ് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇതില്ല എന്നാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സാധിക്കത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ. ഇതല്ല, ഇതിൻ്റെ നെഗറ്റീവാണ്. പ്രൊപ്പോസിഷനിലെ ഇതിൻ്റെ നെഗറ്റീവാണ് നമുക്ക് എക്സ് കണക്റ്റഡ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളത്. അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തതും ഇല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് എക്സ് ആസ് ദ യൂണിയൻ ഓഫ് ടു ക്ലോസ്ഡ് ഡിസ്ജോയിൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഈ ഇക്വേഷൻ ഫോമിൽ കാണാതെ ഇങ്ങനെ വേർഡ്സിലാണ് പറയുക. X cannot be written as x equal to a union b, a bar intersection b bar equal to 5, a b not equal to 5. Or it is impossible to write like this. That is connectedness. Therefore, this cannot be written. The second cannot be written. അതിനെ വേർഡ്സിലാക്കിയാൽ x cannot be written as, x can be written as, ആ എഴുതിയിരിക്കുന്നത് x equal to a union b, a intersection b equal to 5, a b open sets. a intersection b 5 എന്ന് പറഞ്ഞാൽ സെറ്റുകൾ ഡിസ്ജോയിൻ്റ് ആണ്. എ ബി ക്ലോസ്ഡ് സെറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 2 അങ്ങനെയാണ്. എക്സ് കനോട്ട് ബി റിട്ടൺ ആസ് ഡിസ്ജോയിൻ്റ് യൂണിയൻ എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്നുള്ളത് വന്നു. യൂണിയൻ ഓഫ് എന്ന് വന്നു. അപ്പോൾ ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്നുള്ളത് വന്നു. ഡിസ്ജോയിൻ്റ് യൂണിയൻ ഓഫ്, അവിടെ എയും ബിയും ക്ലോസ്ഡ് എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. അങ്ങനെ എഴുതാൻ പറ്റില്ല. എക്സ് കനോട്ട് ബി റിട്ടൺ ആസ് ഡിസ്ജോയിൻ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. ക്ലോസ്ഡ് സെറ്റ്സ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എക്സ്. ഇച്ചിരൂടെ സ്പെസിഫൈ ചെയ്ത് പറയാം, 2 ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. കുറച്ചുകൂടെ സ്പെസിഫൈഡ് ചെയ്ത് പറയാം, ഈ സെറ്റ്സ് ആർ നോൺ എം ജി എന്നും കൂടെ പറയാം. യൂണിയൻ ഓഫ് 2 നോൺ എം ജി എന്നും കൂടി ചേർക്കാം. 2 നോൺ എം ജി ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. ദെൻ തേർഡ് വൺ, അതും ആ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്ന ഇക്വേഷനായിട്ടല്ല നമ്മൾ പറയാൻ പോകുന്നത്. ബി ഈക്വൽ ടു എക്സ് മൈനസ് എ ആൻഡ് എ ഈസ് ക്ലോപ്പൺ. ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ഇക്വൽ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, അപ്പോൾ ഇതും ഇല്ല. അപ്പോൾ ഒരു സെറ്റ് എ എടുത്താൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് എ ആകുകയും എ ക്ലോപ്പൺ എന്ന് പറയുകയും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ എ ക്ലോപ്പൺ എന്നൊരു അവസ്ഥ ഇല്ല. പക്ഷേ ഒരു ചില കേസുകളിൽ ക്ലോപ്പൺ ഉറപ്പായിട്ടും ഉണ്ട് എന്ന് നമുക്ക് അറിയാം. എവിടെയാണ് ക്ലോപ്പൺ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഓപ്പണും ആകുന്നത്. ഏത് ടോപ്പോളജി ആണെങ്കിലും 5 ക്ലോസ്ഡ് ആണ്, 5 ഓപ്പൺ ആണ്. എക്സ് ഫുൾ സെറ്റ് അതും ക്ലോസ്ഡും ആണ്, ഓപ്പൺ ആണ്. കോംപ്ലിമെൻ്റ് എടുക്കുമ്പം 5 എക്സും തന്നെ അതാ ടോപ്പോളജി വരും, അത് നമുക്കറിയാം. അപ്പോൾ വേറൊരു സെറ്റിനും ഈ പ്രോപ്പർട്ടി ഇതുണ്ടെങ്കിൽ ഒന്നാമത്തെ ഉണ്ട്, ഒന്നാമത്തെ ഇല്ല, അപ്പോൾ ഇതും ഇല്ല, ഇതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു സെറ്റ് പോലും ക്ലോപ്പൺ അല്ല, പക്ഷേ എക്സെപ്ഷനാണ് 5ഉം എക്സും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് പകരം നമ്മളിത് പറയും, the only clopen subsets of x only clopen subsets of x are വേറെ ആരും ഇല്ല, മൂന്നാമത്തത് ഇല്ല, ഒരേക്കും പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും പറ്റും. 5x മാത്രമേ ക്ലോപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് 2 ഇക്വേഷൻസ് ഉണ്ട്. കണക്റ്റഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെങ്ങനെ എഴുതും. നാലാമത്തതും ഇല്ല, കണക്റ്റഡ്നെസ് ആണെങ്കിൽ ആദ്യത്തതും ഇല്ല, അപ്പോൾ നാലാമത്തതും ഇല്ല. ബി ഈക്വൽ ടു എക്സ് മൈനസ് എ, ബൗണ്ടറി ഓഫ് എ എം ജി. അപ്പോൾ എയും ബിയും ഒക്കെ 5ഉം അല്ല എക്സും അല്ല എന്ന വിചാരത്തിലാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രപ്പോസിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി എം ജി ആണ് എന്നുള്ളതാണ്. ബി ഈക്വൽ ടു എക്സ് മൈനസ് എ ബൗണ്ടറിയെ എം ജി എന്നുള്ളതാണ് ആദ്യത്തേതിനോട് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ ബൗണ്ടറി എപ്പോഴും നോൺ എം ജി. പക്ഷേ 5xും എക്സെപ്ഷണൽ കേസസ് ആണ്. ബൗണ്ടറി ഈസ് നോൺ എം ജി ഫോർ എവരി സെറ്റ്സ് അതർ ദാൻ 5 ആൻഡ് എക്സ്. ദാറ്റ് ഈസ് ഫോർ ഓൾ നോൺ എം ജി. 5 നമ്മൾ പരിഗണിക്കണ്ട, എക്സും പരിഗണിക്കണ്ട. എക്സ് പരിഗണിക്കണ്ട എന്ന് പറയാൻ നോൺ എം ജി
proper subsets for all non-empty proper subsets of capital X എന്ന് പറഞ്ഞാൽ 5x അല്ലാതെ വേറെ ഏത് എ എടുത്താലും ഇവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ ബൗണ്ടറി എം ജി എന്നാണ്, അപ്പം ബൗണ്ടറി നോൺ എം ജി. ഫോർ ഓൾ നോൺ എം ജി പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എക്സ് ഹാസ് എ നോൺ എം ജി ബൗണ്ടറി. ബൗണ്ടറി എ ഈക്വൽ ടു 5 എന്നല്ല, ബൗണ്ടറി എ നോട്ട് ഈക്വൽ ടു 5. ഹാസ് എ നോൺ എം ജി നോട്ട് ഈക്വൽ ടു 5. അവിടെ ആരെങ്കിലും ഉണ്ട്? അവിടെ ആരും ഇല്ല എന്നാണ് പ്രൊപ്പോസിഷനിലെ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് ഓപ്പോസിറ്റ് അപ്പോൾ നമ്മൾ പറയുന്നത്. ആദ്യത്തേതിൻ്റെ ഓപ്പോസിറ്റാണ് കണക്റ്റഡ്നെസ്സിന് വേണ്ടിയത്. അതുകൊണ്ട് ഹാസ് എ നോൺ എം ജി ബൗണ്ടറി. അപ്പോൾ ഇങ്ങനെ കാര്യം മനസ്സിലാക്കിയാൽ പ്രൊപ്പോസിഷൻ തന്നെയാണ് നമ്മൾ ഈ എഴുതി വെക്കുന്നത്. അപ്പോൾ പ്രൊപ്പോസിഷൻ പ്രൂവ് ചെയ്യാൻ അറിയണം, പ്രൊപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അറിയണം. ഇത് തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് അറിയണം ശരിക്കും. കാരണം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇക്വലൻറ്റ് കണ്ടീഷൻസ് ഫോർ കണക്റ്റഡ്നെസ് എന്ന് വേണമെങ്കിൽ ഇത് ചോദിക്കാം. അഞ്ചാമത്തെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല, നമ്മൾ രണ്ടാമത്തെ എഴുതിയതുപോലെ എഴുതാം. ഇവിടെ എഴുതിയേക്കുന്ന എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 മീൻസ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ. യൂണിയൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്, രണ്ട് ഡിസ്ജോയിൻ സെറ്റ്സിൻ്റെ യൂണിയൻ. പക്ഷേ ഏതെങ്കിലും രണ്ട് ഡിസ്ജോയിൻ സെറ്റിൻ്റെ യൂണിയൻ അല്ല, അവിടെ എടുക്കുന്ന എയും ബിയും ഓപ്പൺ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് കണക്റ്റഡ്നെസ്സിൽ നമുക്ക് വേണ്ടത്. സോ എക്സ് കനോട്ട് ബി റിട്ടൺ ആസ് രണ്ടിൽ കണ്ടതുപോലെ. അവിടുത്തെ സെറ്റ് ക്ലോസ്ഡ് ആയിരുന്നു, ഇവിടെ ഓപ്പൺ എന്നുള്ളതാണ്. X cannot be written as disjoint union of നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് അവിടെ കാണുന്ന പോലെ തന്നെ പറയാം. യൂണിയൻ ഓഫ് ടു നോൺ എംപ്റ്റി ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് വരുന്നു ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് X. Now we can move to the next topic. You see the notes and write the notes. Try to understand the concepts. Okay, thank you.